1.5 മാസമാകാൻ പോവുകയാണ് ഇറാൻ യുദ്ധം. ഇതിനകം 5 ആഴ്ച കൊണ്ട് ഇറാനകത്ത് എന്തെല്ലാം ആക്രമണങ്ങളാണ് സംഭവിച്ചത്? അവിടെയുള്ള ആഘാതം ഏതെല്ലാം തരത്തിലാണ്? ഇസ്രായേലിൽ നിന്നും കണക്കുകൾ കൃത്യമായി പുറത്തു വരുന്നില്ലെങ്കിലും എന്തെല്ലാം ആഘാതമാണ് ഔദ്യോഗികമായി അവരുടെ ഭാഷ പ്രകാരം ഇസ്രായേലിനകത്ത് സംഭവിച്ചത്? അതിലേക്കൊരു എത്തിനോട്ടമാണ് ഇനി. ഇറാനിലെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നിരിക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 1,00,000 മുകളിലാണ്. കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വീടുകളും ആശുപത്രികളും സ്കൂളുകളും വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾക്ക് താഴെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. റെഡ് ക്രസന്റ് പറയുന്നത് 1.5 ലക്ഷത്തോളം വീടുകളും സ്ഥാപനങ്ങളും ബോംബിങ്ങിന് വിധേയമായെന്നാണ്. ഇതിൽ 300-ലധികം ആശുപത്രികളും 700-ലധികം സ്കൂളുകളും 18 റെഡ് ക്രസന്റ് കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. പാലങ്ങൾ, സ്റ്റീൽ ഫാക്ടറികൾ, പവർ സ്റ്റേഷനുകൾ എന്നിവയും ആക്രമിച്ചു. സിവിലിയൻ ജനങ്ങളുടെ ദൈനംദിന ജീവിതം തകർന്നു. ആശുപത്രികളും സ്കൂളുകളും തകർന്നതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടു. യുദ്ധം ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. തെഹ്റാനിലെ പ്രധാന പാലങ്ങൾ ഉൾപ്പെടെ തകർത്തു. സ്റ്റീൽ ഫാക്ടറികൾ ഓഫ്ലൈനായി. റെയിൽവേകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. യുദ്ധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുറപ്പുമാണ്. ലോകത്തെ 2 വൻ ശക്തികളോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുക അത്ര എളുപ്പമല്ല. വ്യോമ മേഖലയിലും ഇസ്രായേലിനും US-നുമുള്ള ആധിപത്യം തുലനം ചെയ്യാൻ പോലും സാധിക്കില്ല. അത് മുൻകൂട്ടി കണ്ടാണ് ഇറാൻ ഈ യുദ്ധത്തിനുള്ള സ്ട്രാറ്റജി തയ്യാറാക്കിയതും. ഇറാനിൽ ഓയിൽ, ഗ്യാസ്, സ്റ്റീൽ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ സാധാരണ ഷിപ്പിംഗ് തടസ്സപ്പെട്ടതോടെ ഇറാന്റെയും വരുമാന മാർഗം കുറഞ്ഞിട്ടുണ്ട്. യുദ്ധം നീണ്ടാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് ഗുരുതരമായി ബാധിക്കും. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആക്രമണങ്ങൾ നേരിട്ടെങ്കിലും യുദ്ധത്തിന്റെ 5ാം ആഴ്ചയിലും ശക്തമായി ഇറാൻ പ്രതിരോധിക്കുകയാണ്. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയോളം ഇപ്പോഴും സുരക്ഷിതമാണ്. ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ആയിരക്കണക്കിന് മിസൈലുകൾ ഇപ്പോഴും ഇറാൻ ഒരു കുഴപ്പവുമില്ലാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖി മിലിഷ്യകൾ എന്നിങ്ങനെ ഇറാൻ തങ്ങളുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ശക്തമായി ഉപയോഗിച്ചതും ഈ യുദ്ധത്തിൽ പ്രധാന നേട്ടമായിട്ടുണ്ട്. ഗൾഫ് ബേസുകളിലേക്കും ഷിപ്പിംഗ് റൂട്ടുകളിലും തിരിച്ചടി നടത്തി യുദ്ധത്തിൻ്റെ ചിലവ് US-നും ഇസ്രായേലിനും ഇറാൻ ഉയർത്തി. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള പ്രകോപനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്നുവെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇറാനിൽ വലിയ തോതിൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും അണ്ടർഗ്രൗണ്ട് സൗകര്യങ്ങളും പ്രോക്സി നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. യുദ്ധം ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇപ്പോൾ US-ന്റെയും ഇസ്രായേലിന്റെയും വിലയിരുത്തൽ. 5 ആഴ്ചക്കകം ഇസ്രായേലിനും ഗണ്യമായ മനുഷ്യനഷ്ടവും ഭൗതിക നഷ്ടവും യുദ്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെയും IDF-ന്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 24 മുതൽ 25 ആളുകൾ വരെയാണ് മരണപ്പെട്ടത്. ഇതിൽ 23 സിവിലിയന്മാരും 11 സൈനികരുമാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഏതാണ്ട് 15ഓളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കണക്കുകളൊന്നും IDF കൃത്യമായി പുറത്തുവിടുന്നുമില്ല. ഓരോ ദിനങ്ങളിലും ഇസ്രായേലി മാധ്യമങ്ങളാവട്ടെ ഈ കൊല്ലപ്പെടുന്നവരുടെ അതത് ദിനങ്ങളിലെ എണ്ണം പറയുന്നുമുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 6594 ആണ്.
ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ചേർന്നാണ് ഈ നഷ്ടം ഉണ്ടാക്കിയത്. പല ആക്രമണങ്ങളിലും ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതിനാൽ സിവിലിയന്മാർക്ക് കൂടുതൽ പരിക്കുകളും ഉണ്ടായി. ഹിസ്ബുള്ള ഒരു ദിവസം 150 മുതൽ 200 വരെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വടക്കൻ ഇസ്രായേലിലെ വീടുകളും സ്ഥാപനങ്ങളും പൊതു സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നു. കൃത്യമായി മുന്നറിയിപ്പ് നൽകി ഭൂരിഭാഗം ജനങ്ങളും മിക്ക സമയവും ബങ്കറിൽ ഒളിക്കേണ്ടി വരുന്നു. ഹൈഫയിലെ ഓയിൽ റിഫൈനറിയും അടുത്തുള്ള വൈദ്യുതി നിലയങ്ങളും ഇറാനിയൻ മിസൈലുകൾക്ക് വിധേയമായി. ഇസ്രായേൽ സർക്കാരും IDFും ഇസ്രായേലിനകത്ത് ഇറാൻ യുദ്ധം സൃഷ്ടിച്ച ആഘാതം കൃത്യമായി പുറത്തുവിടുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം ഓപ്പറേഷണൽ സെക്യൂരിറ്റി അഥവാ ശത്രുക്കൾക്ക് വിവരം നൽകാതിരിക്കാൻ ആണെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇറാനോ ഹിസ്ബുള്ളയോ യുദ്ധത്തിനിടെ ഇസ്രായേലിന്റെ പ്രതിരോധശേഷിയോ ദുർബലതയോ കൃത്യമായി മനസ്സിലാക്കുന്നത് തടയാനാണ് IDF വിവരങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് വാദം. ഫോട്ടോകളോ ചിത്രങ്ങളോ പുറത്തുവിടരുത് എന്നും IDF മുന്നറിയിപ്പ് നൽകുന്നു. അത് മറികടന്നാണ് പലപ്പോഴും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നത്. രാഷ്ട്രീയമായി യുദ്ധത്തിൻ്റെ ആഘാതം കുറച്ചു കാണിക്കാനും ഇസ്രായേലി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. പല കണക്കുകളും പ്രാഥമികമായോ വർഗീകരിച്ചോ ആയതിനാൽ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുമില്ല. ഇതിനിടയിലാണ് ഇസ്രായേലിൽ യുദ്ധവിരുദ്ധ റാലികളും നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.